27 നക്ഷത്രങ്ങളിലെയും ദിവസഫലത്തിൽ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും വന്നുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി. ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിക്കും. തേൻ പുരട്ടിയ വാഗ്ദാനങ്ങളിൽ വീണുപോകാതെ ഇരിക്കുക. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. പ്രണയകാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകും. തൊഴിലിലും ബിസിനസ്സിലും നേട്ടം പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യപരമായി തൃപ്തികരമായ ദിവസമായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ അവധിക്കാലം വളരെയധികം ആസ്വദിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ചിലവുകൾ നേരിടും. പ്രശ്നങ്ങളിലും വാഗ്വാദങ്ങളിലും ഇടപെടാതെ ഇരിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പങ്കാളിയുമായി വാക്കുതർക്കം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട്. സംസാരം വളരെയധികം നിയന്ത്രിക്കുക. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം മിതത്വം പാലിക്കുന്നതും നന്നായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം. ഇല്ലാത്ത പക്ഷം ആശുപത്രിവാസത്തിനുള്ള യോഗം കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തണം. സാമ്പത്തികം ചിട്ടയായി പെരുമാറുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ചിലവ് വർദ്ധിക്കും. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതായിരിക്കും. എന്നാൽ മേലുദ്യോഗസ്ഥരുമായുള്ള നല്ല സമീപനം ഈ ശത്രുതകളുടെ എല്ലാം ഉപദ്രവം കുറയ്ക്കുവാൻ സഹായകരമാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും. വിരോധികളുമായി അടുക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ദിവസം തന്നെയാണ്. മറ്റ് കാര്യങ്ങളിലെല്ലാം ഒപ്പുവെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയും പരിശോധിച്ചതിന് ശേഷം മാത്രം ഒപ്പുവെക്കുവാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക നില തൃപ്തികരമായി തുടരുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ ദിവസമായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും വിദ്യാഭ്യാസ കാര്യങ്ങളിലും പുരോഗതി പ്രകടമാക്കുന്നതിനാൽ മാതാപിതാക്കൾക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം അനുഭവത്തിൽ വരും. അടുത്തത് മകം നക്ഷത്രമാണ്. ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതായിരിക്കും. വിദേശത്ത് ജോലിക്ക് പോകുവാനോ അല്ലെങ്കിൽ ജോലി സാധ്യതയോ ജോലിക്കുള്ള അറിയിപ്പോ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ദുരിതത്തിന് പരിഹാരം ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ദമ്പതികൾ വളരെയധികം ഐക്യത്തോടുകൂടി സഹകരിച്ച് മുൻപോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് മികച്ച ദിവസം തന്നെയായിരിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണം വർദ്ധിക്കും. കുടുംബജീവിതത്തിലുള്ള സ്വരച്ചേർച്ചകൾ മാറുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് അത്ത നക്ഷത്രമാണ്. രോഗാവസ്ഥയിൽ നിന്നുള്ള മോചനം ലഭിക്കും. ഉദ്ദിഷ്ടകാര്യ ലാഭസാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. പണം കടം കൊടുക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുന്നതായിരിക്കും ഈ ലഹരി ഉപയോഗത്തിന് പ്രധാന കാരണം. ആയതിനാൽ തന്നെ കൂട്ടുകെട്ടുകൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. അപഖ്യാതി കേൾക്കുവാൻ ഇടവരുന്നതായിരിക്കും. ആഡംബരത്തിനായി ഒരുപാട് പണം ചിലവഴിക്കുന്ന അവസ്ഥ വരും. സാമ്പത്തിക നിലയിൽ പ്രശ്നം ഉണ്ടാക്കുവാൻ ഈ പണച്ചിലവ് കാരണമായേക്കാം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ദേഹദുരിതത്തിന് സാധ്യത കാണുന്നുണ്ട്. ജലം, അഗ്നി ഇവ സൂക്ഷിക്കണം. കർമ്മരംഗത്ത് കരുതൽ ആവശ്യമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. മാതാവിനും പിതാവിനും രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. യാത്രയിൽ ദുരിതാനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ജോലിയിൽ വിഘ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. അലസത, മടി എന്നിവ ഉപേക്ഷിക്കുക. വ്യാപാരികൾക്ക് വിദേശ ബന്ധം ഗുണം ചെയ്യുന്നതായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഇഷ്ടജനങ്ങളിൽ നിന്നും വിപരീത ഫലം ഉണ്ടാകും.
പണം ചിലവഴിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. കൂടാതെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൂതന സംരംഭങ്ങൾ, നൂതന കൃഷി രീതികൾ തുടങ്ങുവാനുള്ള താല്പര്യം പ്രകടമാക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, ശത്രുക്കളുമായി ഒത്തുതീർപ്പിൽ എത്തുന്നതായിരിക്കും. ആരോഗ്യപരമായി മികച്ച ഒരു ദിവസമായിരിക്കും. സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. കുടുംബ ചിലവുകൾ വളരെയധികം അധികരിക്കുന്നതായിരിക്കും. സഹപ്രവർത്തകരുമായി ഒരു അകൽച്ചയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ സമയമായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം സംഭവിക്കുവാൻ സാധ്യത. വളരെയധികം ഉന്മേഷം വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചതയ നക്ഷത്രമാണ്. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. സന്താനഭാഗ്യം, അതുപോലെ തന്നെ ക്ലേശങ്ങൾക്ക് ഒരു മാറ്റം എന്നിവ വന്നു ഭവിക്കാം. അടുത്തതായി പൂരുരുട നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുവാൻ സാധ്യത. പ്രത്യേകിച്ചും സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പല മംഗളകർമ്മങ്ങളും നടക്കും. കൂടാതെ തന്നെ ദേവാലയ ദർശനം സാധ്യമാകുന്നതായിരിക്കും. ഉത്സവ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കുവാനും ഈശ്വര ഭക്തി വർദ്ധിപ്പിക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. ചെറിയ രീതിയിൽ ഭാഗ്യം അനുകൂലമായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. ചിരകാല അഭിലാഷം പൂവണിയുന്നതായിരിക്കും. വാഹനം പുതിയത് വാങ്ങുന്നതായിരിക്കും. ആ അഭിലാഷം എന്ന് പറയുന്നത് പല രീതിയിലും ധനം വന്നു ചേരുന്നതായിരിക്കും. എന്നിരുന്നാലും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അമിത ചെലവ് ഒഴിവാക്കുവാനുള്ള ശ്രദ്ധ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധി വൈകുന്നേരത്തോടെ കാണുന്നുണ്ട്. കൂടാതെ തന്നെ കുടുംബാംഗങ്ങളുമായി ഒത്ത് യാത്രകളും മറ്റും പോകുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായ അവസ്ഥയിൽ ആയിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. തൊഴിൽ രംഗത്തുള്ള സ്തംഭനം മാറിക്കിട്ടും. വിദേശ ജോലിക്കോ സ്വദേശ ജോലിക്കോ ഉള്ള അറിയിപ്പുകൾ ലഭ്യമാകുന്നതായിരിക്കും. ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും. കടം ഒക്കെ വീട്ടുവാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ആരോഗ്യപരമായും മികച്ച ഒരു ദിവസം തന്നെ ആയിരിക്കും ഇന്നത്തെ ദിവസം. കാർഷിക മേഖലയിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.